ഇസ്രയേലിനെതിരെ വളരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിരിക്കുകയാണ് ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ എന്ന് ഇന്റർനാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു. നമുക്കറിയാം, ഇസ്രയേൽ ഒരുപക്ഷെ ഹൂത്തികളുടെ ആക്രമണത്തെ എങ്ങനെ ചെറുക്കാമെന്ന് ആലോചിക്കുന്നതിനിടയിൽ ഹൂത്തികളെ വളരെ ശക്തമായി യമനിൽ ആക്രമണങ്ങൾ അയച്ചുവിടുകയും എന്നാൽ ഈ ആക്രമണങ്ങളൊന്നും തന്നെ ഫലപ്രദമാകുന്നില്ലെന്ന് കണ്ട ഇസ്രയേൽ ഹൂത്തികൾക്ക് ആയുധം നൽകുന്ന ഇറാനെ ആക്രമിക്കുകയാണ് വേണ്ടതെന്ന തീരുമാനത്തിലേക്ക് എത്തുകയും മൊസാദിന്റെ തലവനൊക്കെ ഇത്തരത്തിലുള്ള അഡ്വൈസുകൾ ഇസ്രയേലി ഭരണകൂടങ്ങൾക്ക് നൽകുകയും ആ അഭ്യൂഹങ്ങൾ നിലനിൽക്കുകയും ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുവാൻ സാധ്യതയുണ്ടെന്ന് ഒരു അഭ്യൂഹം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി ചൈനയിൽ സന്ദർശനം നടത്തുന്നതിനിടെ ചൈനീസ് ഗവൺമെന്റ് നേരിട്ട് തന്നെ നടത്തുന്ന ചാനലായ CCTVക്ക് കൊടുത്ത അഭിമുഖത്തിൽ ഇറാൻ ഫോറിൻ മിനിസ്റ്റർ പറയുന്നത്, ഇറാൻ ഇസ്രയേലിന്റെ ഏത് ആക്രമണങ്ങളെയും ചെറുക്കുവാൻ ഇറാൻ തയ്യാറാണെന്നും എന്നാൽ ഇറാനെ ഇനി അടിച്ചു കഴിഞ്ഞാൽ വലിയ പ്രത്യാഘാതങ്ങൾക്ക് ഇസ്രയേൽ ഒരുങ്ങി നിൽക്കേണ്ടി വരുമെന്നുമാണ് ഈ ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ മുന്നറിയിപ്പ് നൽകുന്നത്. അതായത് ഇനി ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ചൈന അടക്കമുള്ള ഇറാന്റെ കൂട്ടുകാരായ രാജ്യങ്ങളോട്, ഇറാൻ നയതന്ത്ര ബന്ധം പുലർത്തുന്ന രാഷ്ട്രങ്ങളോട് കൂടിയാലോചിച്ചു കൊണ്ടുള്ള ഒരു വലിയ യുദ്ധമായിരിക്കും നടക്കുക എന്ന് ചൈനയിൽ നിന്ന് തന്നെ ചൈനീസ് ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ പറയുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്, നമുക്കറിയാം, ഇറാൻ എന്ന് പറയുന്നത് ചൈനയുമായും അതുപോലെ റഷ്യയുമായും ഒക്കെ ലോകശക്തികളായ ഇത്തരം വലിയ രാജ്യങ്ങളുമായി റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു വലിയ ഒരു അലയൻസ് ഇവിടെ വളർന്നു വരുന്നുണ്ട്. ഒരുപക്ഷെ യൂറോപ്പും അമേരിക്കയും ഇസ്രയേലും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു സംഘം ഇവിടെ ലോകഭീകരത എന്നോണം ചില ആക്രമണങ്ങളും മറ്റുമൊക്കെ അയച്ചുവിടുമ്പോൾ അവരുടെ നിയന്ത്രണത്തിലാക്കി കാര്യങ്ങൾ നടത്തുന്നതിനിടയിൽ റഷ്യയുടെ നേതൃത്വത്തിൽ ഇറാനെയും അതുപോലെ ചൈനയെയും ഒക്കെ ചേർത്തുകൊണ്ട് ഒരു വലിയൊരു സംഘം വളർന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ചൈനയെയും റഷ്യയെയും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് അവരോടൊക്കെ സംസാരിച്ചുകൊണ്ട് അവരോടൊക്കെ സഹകരിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധമായിരിക്കും ഇസ്രയേൽ കാണേണ്ടി വരിക. അതിന് ഇസ്രയേൽ മുതിരേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അത്തരത്തിലൊരു ആക്രമണം ഇസ്രയേൽ അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ ഇസ്രയേൽ കാണാത്ത രീതിയിലുള്ള ആക്രമണ വിപുലീകരണമായിരിക്കും നടക്കുക എന്ന മുന്നറിയിപ്പാണ് ചൈനയിലെ ടെലിവിഷന് കൊടുത്ത അഭിമുഖത്തിൽ ഇറാൻ ഫോറിൻ മിനിസ്റ്റർ നൽകുന്നത്. നമുക്കറിയാം, ഹൂത്തികൾ പല ബാലിസ്റ്റിക് മിസൈലും ഹൈപ്പർസോണിക് മിസൈലുകളടക്കം തെല്ലവീവിന്റെ മണ്ണിലേക്ക് അഴിച്ചുവിടുമ്പോൾ ഈ ഹൂത്തി മിസൈലുകൾ പലപ്പോഴും അർദ്ധരാത്രി ഇസ്രയേലിലേക്ക് കടന്നു വരുമ്പോൾ നൂറുകണക്കിന് ആളുകൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് ഇസ്രയേലി പൗരന്മാർ ബങ്കറിലേക്ക് ഓടി ഒളിക്കുമ്പോൾ തന്നെ ഉറങ്ങുന്നതിനിടയിലാണ് സൈറൺ മുഴങ്ങുകയും അങ്ങനെ വെപ്രാളപ്പെട്ടുകൊണ്ട് ബങ്കറിലേക്ക് ഓടുകയും ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നത്. ഇത് ഇസ്രയേലി ഭരണകൂടത്തെ, ഇസ്രയേലിലെ ജനങ്ങളെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ പലപ്പോഴും അമേരിക്ക പോലും നൽകിയ അയൺ ഡോം എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനത്തിനേക്കാൾ മുകളിൽ വരുന്ന അമേരിക്ക നൽകിയ താടിന് പോലും പ്രതിരോധിക്കാൻ പറ്റാത്ത രീതിയിൽ തെല്ലവീവിലും മറ്റു ഭാഗങ്ങളിലുമൊക്കെ ഈ ഹൂത്തികളുടെ മിസൈൽ വന്ന് പതിക്കുകയും നിരവധി ആളുകൾ മരിക്കുകയും പരിക്ക് പറ്റുകയും ചെയ്യുന്ന അവസ്ഥകൾ പോലുമുണ്ട്. അത്തരത്തിൽ ഇങ്ങനെ ഇസ്രയേലിനെ ഹൂത്തികൾ ആക്രമിക്കുമ്പോൾ അതിനെതിരെ ഹൂത്തികളെ നിലക്ക് നിർത്താൻ വേണ്ടി ഇസ്രയേലിന്റെ പ്രതിരോധ ആക്രമണങ്ങൾ യമനിൽ പലപ്പോഴും നടക്കുന്നുണ്ടെങ്കിലും മണിക്കൂറുകൾക്ക് ശേഷം ഹൂത്തികളുടെ ബാലിസ്റ്റിക് മിസൈലുകൾ വീണ്ടും ഇസ്രയേലിനെ ലക്ഷ്യമാക്കി വരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെ ദ ടൈംസ് ഓഫ് ഇസ്രയേൽ പോലും റിപ്പോർട്ട് ചെയ്യുന്നത് ഹൂത്തികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഫലപ്രദമാകുന്നില്ല. അവരുടെ ആയുധങ്ങൾക്ക് നേരെയോ അവരുടെ ആയുധശേഷി നശിപ്പിക്കുവാനോ അവരുടെ മിസൈൽ നശിപ്പിക്കുവാനോ ഇസ്രയേലിന് കഴിയാതെ വരുമ്പോഴാണ് മൊസാദിന്റെ തലവനും അങ്ങനെ തുടങ്ങിയുള്ള ആളുകൾ ഈ ഹൂത്തികൾക്ക് ബാലിസ്റ്റിക് മിസൈലും മറ്റ് ആയുധങ്ങളും നൽകി ഹൂത്തികളെ ശക്തിപ്പെടുത്തുന്ന ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ നേരിട്ട് ആക്രമിച്ചാൽ മാത്രമേ ഈ യുദ്ധം ഒരുപക്ഷെ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുകയുള്ളൂ. ഈ
ഹൂത്തികളുടെ ആക്രമണം ചെറുക്കാൻ കഴിയുകയുള്ളൂ എന്ന തീരുമാനത്തിൻ്റെ ഭാഗമായാണ് ഇറാനെ ആക്രമിക്കുവാൻ അവർ മുന്നിട്ടിറങ്ങുന്നു എന്ന ഒരു അഭ്യൂഹം പരക്കുന്നത്. അപ്പം അതിനിടയിലാണ് ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ വളരെ വിശാലമായ യുദ്ധം ഇസ്രയേൽ കാണേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് ഇറാൻ നൽകുന്നത്. അതുപോലെ തന്നെ ഈ CCTVക്ക് കൊടുത്ത അഭിമുഖത്തിനിടയിൽ ഇറാൻ ഫോറിൻ മിനിസ്റ്റർ പറയുന്നത് 2025 എന്ന് പറയുന്ന വർഷം ഇറാന്റെ ന്യൂക്ലിയർ സംബന്ധമായി വളരെ സുപ്രധാനപരമായ ഒരു വർഷമായിരിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം ഈ വരാൻ പോകുന്ന ജനുവരി 20-ന് ട്രംപ് അധികാരത്തിലേറാൻ പോവുകയാണ്. US പ്രസിഡന്റായി അധികാര കസേരയിലേക്ക് വരുമ്പോൾ ഒരു അഭ്യൂഹം നിലനിൽക്കുന്നത്, കഴിഞ്ഞ വർഷം ട്രംപ് ഭരിക്കുന്ന സമയത്ത് ഇറാനെ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുക എന്ന രീതിയിൽ ഇറാനെ ട്രംപ് കൂടുതൽ ഉപദ്രവിക്കുന്ന ഒരു കാഴ്ചയാണ് ലോകം കണ്ടത്. അങ്ങനെ ഇപ്പോൾ ട്രംപ് രണ്ടാം ഊഴത്തോടുകൂടെ US പ്രസിഡന്റ് കസേരയിലെത്തുമ്പോൾ ഇറാനെ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിൽ, പ്രകോപിപ്പിക്കുന്ന രീതിയിൽ കൂടുതൽ ഉപരോധങ്ങൾ ഇറാന്റെ മേലിലേക്ക് കൊണ്ടുവരാൻ ട്രംപ് ശ്രമിക്കുമെന്ന അഭ്യൂഹം നടക്കുന്നതിനിടെ ഫ്രാൻസും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും പറയുന്നു ഇറാൻ ആണവായുധം ഉപയോഗിക്കുമോ എന്ന പേടി യൂറോപ്പിനും മറ്റ് രാജ്യങ്ങൾക്കും കൂടിയിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ആണവായുധത്തിന്റെ യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ കാര്യത്തിൽ ഇറാന് 2025 എന്ന് പറയുന്ന വർഷം വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമായിരിക്കുമെന്ന് ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ തന്നെ ഇവിടെ പറയുന്നത്. നമുക്കറിയാം ഈ കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ് പോലും ഇറാനിൽ ഒരു ഭൂചലനം ഉണ്ടായെന്നും, എന്നാൽ അത് സ്വാഭാവികമായ ഭൂചലനമല്ലെന്നും അത് ഇറാൻ കൃത്രിമമായി ഉണ്ടാക്കിയ ഭൂചലനമാണെന്നും ഇറാൻ ആണവ ബോംബ് പരീക്ഷിച്ചതാണെന്ന് പോലും ഇന്റർനാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്തതും ലോകത്തെ അനലിസ്റ്റുകൾ അത് ആ കാര്യം സ്ഥിരീകരിച്ചതും ചർച്ച ചെയ്തതുമാണെന്നും, അങ്ങനെ ഇറാൻ ആണവായുധം വികസിപ്പിച്ചിട്ടുണ്ട് എന്ന പരസ്യമായ ഒരു സത്യം നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ആണവായുധത്തിന്റെ കാര്യത്തിൽ ഇറാന് 2025 എന്ന് പറയുന്ന വർഷം അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഒരു ഇറാൻ ഉന്നത ഉദ്യോഗസ്ഥനായ ഒരു മന്ത്രി തന്നെ പ്രതികരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഇസ്രയേലിനെ ഈ കഴിഞ്ഞ വർഷം 2024 ഒരു 2 പ്രാവശ്യമാണ് നേരിട്ട് ഇറാൻ ആക്രമിച്ചിട്ടുള്ളത്. ഇറാന്റെ പ്രോക്സികൾ എന്നറിയപ്പെടുന്ന ഹിസ്ബുള്ളയും അതുപോലെ ഹൂത്തികളും അങ്ങനെ തുടങ്ങി മറ്റ് ഇറാഖിൽ നിന്നുള്ള സായുധ സംഘങ്ങളൊക്കെ നിരവധി തവണ ഇസ്രയേലിനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിലും ഇറാൻ നേരിട്ട് തന്നെ 2 പ്രാവശ്യം, ഒരു പ്രാവശ്യം 181ഓളം വരുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ കൊണ്ട് ഈ ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് വരുന്ന ഇസ്രയേലികളെ ഒറ്റയടിക്ക് ബങ്കറിലാക്കി കളയുന്ന നിരവധി യുദ്ധവിമാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന രീതിയിലുള്ള ഒരു ആക്രമണവും അതുപോലെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള മറ്റൊരു ആക്രമണവും ഇറാൻ നേരിട്ട് ഇസ്രയേലിൽ നടത്തിയിട്ടുണ്ട്. ഇതിൽ പലപ്പോഴും ഞങ്ങളെല്ലാം ഇന്റർസെപ്റ്റ് ചെയ്ത് കളഞ്ഞു എന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും പല മിസൈലുകളും ഇസ്രയേലിൻ്റെ മണ്ണിൽ പതിക്കുകയും ലക്ഷക്കണക്കിന് ഡോളറിൻ്റെ നഷ്ടം ഇസ്രയേലിന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതുമാണ് യാഥാർത്ഥ്യമെന്ന് നമുക്കറിയാം. അവരുടെ കാര്യങ്ങളൊക്കെ പെരുപ്പിച്ച് കാണിക്കാതെ പൂഴ്ത്തി വെക്കുന്ന ഒരു സ്വഭാവം മരണത്തിൻ്റെ കാര്യത്തിലും മറ്റും നഷ്ടങ്ങളുടെ കാര്യത്തിലൊക്കെ ഇസ്രയേലിനുണ്ട് താനും. അപ്പോൾ ഇതിന് വിപരീതമെന്നോണം, തിരിച്ചൊരാക്രമണം എന്നോണം ഇറാനെ ഇസ്രയേൽ ഈ അടുത്ത് മാസങ്ങൾക്ക് മുമ്പ് ഒരു ആക്രമണം നടത്തുകയും ഇറാന്റെ നിരവധി ആയുധങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു എന്ന് അവകാശപ്പെടുകയും ചെയ്തെങ്കിലും ഇറാൻ പറയുന്നത് അതിൽ 99% ഞങ്ങൾ ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കിയിട്ടുണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇറാനും രംഗപ്രവേശനം നടത്തിയിരുന്നു. ഏതായാലും വലിയ 2 ശക്തികൾ തമ്മിലുള്ള ഒരു യുദ്ധം വിപുലീകരണമായി കഴിഞ്ഞാൽ, അത് വലിയ വികാസത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ലോകത്തെ തന്നെ ബാധിക്കുന്ന, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിനെ വളരെ വലിയ രീതിയിൽ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു യുദ്ധമായി അത് മാറുമെന്ന് തന്നെയാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രിയുടെ ഈ ഒരു പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.